എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ, അല്ലേ? നഷ്ടങ്ങളില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ സ്വപ്നം കാണാനോ പോലും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ ഇന്നലകൾ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളല്ലേ? ആ ഇന്നലകൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇനി തിരിച്ചു വരില്ല. ആ ഇന്നലകളിൽ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച, ഒരിക്കലും നമ്മളെ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ. അതും ജീവിതത്തിൻ്റെ വലിയ നഷ്ടങ്ങൾ തന്നെയാണ്. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ജോലി നമുക്ക് നഷ്ടപ്പെടുക, നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടുക. ഇങ്ങനെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഓരോ മനുഷ്യനും. പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിബന്ധങ്ങൾ. ഒരു ബിസിനസ് തുടങ്ങി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്ന് അത് പരാജയപ്പെടുകയും അത് നഷ്ടപ്പെടുകയും ചെയ്യുക. പല പല കാരണങ്ങളുടെ പേരിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര നഷ്ടങ്ങളുടെ കണക്കുകൾ പറയാൻ പറ്റും. സ്വന്തം ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഈ നഷ്ടങ്ങളിൽ പതറിപ്പോകുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നഷ്ടങ്ങൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോഴും ലാഭങ്ങളെക്കുറിച്ച് മാത്രമാണ്, നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു നഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പാനിക്കായി പോകാറുണ്ട്, പതറിപ്പോകാറുണ്ട്. എന്നാൽ നിങ്ങളോട് പറയാനുള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതറിപ്പോവാനുള്ള ഒരു കാര്യമല്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാനസിക തകർച്ചകൾക്കപ്പുറം ജീവിതത്തെ ഒരു പുതിയ തുടക്കമായി കാണാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പുതിയ തുടക്കമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇപ്പോൾ ബാല്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴല്ലേ നമുക്ക് കൗമാരം ലഭിക്കുന്നത്, കൗമാരം നഷ്ടപ്പെടുമ്പോഴല്ലേ യൗവനം ലഭിക്കുന്നത്, യൗവനം നഷ്ടപ്പെടുമ്പോഴല്ലേ വാർദ്ധക്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 4 കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോവുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ നമ്മുടെ നിയോഗമാണ്. ഇത് കടന്നു പോവാതെ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ പിടിച്ചു നിൽക്കാനും പറ്റില്ല. എന്നാൽ ഇത് 4 കടന്നു പോകണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെടുകയും വേണം. അപ്പോഴേ അടുത്തതിലേക്ക് നമുക്ക് മാറാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ഏതൊരു കാര്യവും നഷ്ടപ്പെടുന്നത് മറ്റെന്തോ ഒരു പുതിയൊരു കാര്യം ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള, അങ്ങനെയുള്ള ഉയർന്ന ചിന്താഗതിയോടുകൂടി ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം എന്ന് തന്നെയാണ് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റും. ഓരോ നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, പുതിയ ചിന്തകൾ ഉണ്ടാവണം, പുതിയ വഴികൾ ഉണ്ടാവണം. ഇവിടെയാണ് ഒരു മനുഷ്യൻ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വരുമാനം നിലയ്ക്കും, ജീവിതത്തിൻ്റെ താളം തെറ്റും. അവിടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. പുതിയ ഒരു ജോലിയിലേക്ക് എനിക്ക് പ്രവേശിക്കേണ്ടതുണ്ട്, കുറെ കൂടി സ്ഥിരതയാർന്ന ജോലി, കുറെ കൂടി വരുമാനമുള്ള ഒരു ജോലി. ആ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് പിന്നീട് ഉണ്ടാവേണ്ടത് പുതിയ ചിന്തകളാണ്. അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക? നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ചിന്തകൾ ഒടുവിൽ കൊണ്ട് ചെന്നെത്തിക്കുക പുതിയ വഴികളിലേക്കാണ്. ആ വഴികൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ഓരോ നഷ്ടങ്ങളും ഒരു പുതിയ തുടക്കമാണ്, അല്ലെങ്കിൽ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പല നഷ്ടങ്ങളും ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങൾ തരും എന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നും തന്നെയില്ല, അല്ലെ? സ്വാഭാവികമായിട്ട് തന്നെ ചില വിഷമങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ വിഷമങ്ങൾ പേറി നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതൊരു പുതിയ കാര്യത്തിന് പിന്നിലും എന്തൊക്കെയോ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു പ്രണയം, എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറയാൻ പറ്റും. ഒരു പ്രണയം ഉണ്ടായിരുന്നു, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് പാനിക്കാവും, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്ക് നമ്മൾ അടിയപ്പെടും, അല്ലേ? പക്ഷെ പിന്നീട് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞൊരു കാര്യം, എല്ലാം മനസ്സിലാക്കി
അതിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്ന ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിനൊരു സുഖമില്ലേ? നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു പോയവർക്ക് മുന്നിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അത് ജീവിതത്തിനൊരു പുതിയ മാറ്റമല്ലേ? നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു, അതിനേക്കാൾ മികച്ചൊരു ജോലി നമുക്ക് കിട്ടുമ്പോൾ ആ നഷ്ടപ്പെട്ട ജോലി നമുക്കൊരു അനുഗ്രഹമല്ലേ? ചില കാര്യങ്ങളൊക്കെ അനുഗ്രഹമാണെന്ന് പറയാനാവില്ല അല്ലേ? ചില വ്യക്തിബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാടുകളൊക്കെ നമുക്കൊരിക്കലും പകരത്തിന് പകരമെന്ന രീതിയിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഒരിക്കൽ നമുക്ക് നമ്മളെപ്പോലും നഷ്ടമാകുമെന്ന ഒരു ബോധ്യം ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് ഈ നഷ്ടങ്ങളൊക്കെ എന്ന് തിരിച്ചറിയാൻ, ചിന്തിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവണമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ സമയവും ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ജീവിതം തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വാഹനം, ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഇന്ധനം നഷ്ടപ്പെടുമ്പോഴാണ് അല്ലേ? അങ്ങനെ നഷ്ടപ്പെട്ട് അത് പൂർണ്ണമായിട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വാഹനം ഓടില്ല. അപ്പോൾ തീരുന്നതിന് മുമ്പേ നമ്മൾ ഇന്ധനം വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ വണ്ടി വീണ്ടും ഓടും അല്ലേ? അപ്പൊ ജീവിതത്തിൽ ഒരു നഷ്ടമുണ്ടാകുമ്പോൾ ആ നഷ്ടത്തെ മറികടക്കാൻ പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതം വീണ്ടും സ്മൂത്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. നഷ്ടങ്ങളിൽ പതറിപ്പോവുകയല്ല, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, ഇന്നലകളിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഈ നിമിഷങ്ങളിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ജീവിതം. മുന്നോട്ട് പോകുന്തോറും ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും കടന്നു വന്നേക്കാം. ആ നഷ്ടങ്ങളിൽ നമ്മൾ പാനിക്കാവരുത്, പതറിപ്പോവരുത്. ചിന്തിക്കുക, നമ്മുടെ കാഴ്ചപ്പാടുകളെ അങ്ങ് മാറ്റിപ്പണിയുക, പുതിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. പുതിയ വഴികൾ അവിടെ നമുക്ക് തുറന്നു വരും. ജീവിതം കുറെ കൂടി മനോഹരമാവട്ടെ. നഷ്ടങ്ങൾക്കപ്പുറം ഒരു പുതിയ തുടക്കമുണ്ട്. അത് ജീവിതത്തിന്റെ സുന്ദരമായ നാളുകളാവട്ടെ എന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.